എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഒരുപാട് അടി ഇടിയൊക്കെ കിട്ടി സോറോ ആണെങ്കിൽ അങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ്. ലോ പതിയെ ഇപ്പൊ സോറോയെ ലക്ഷ്യമാക്കി പോവും. അട്ടിത ഇവിടെയാണെങ്കിൽ ബിഗ് മോം അവളുടെ പുതിയ പവർ ഉപയോഗിച്ച് യൂസ്റ്റസ് കിഡിനെ ആഞ്ഞടിക്കും. ആ ഒരു അടിയില് ആ ഒരു ബോക്സ് അത് തുറന്ന് ക്ലൗഡ് പവർ അത് പുറത്തേക്ക് വരികയാണ്. ബിഗ് മോം നിങ്ങൾ എവിടെയാണുള്ളത്, എന്നെ ഈ ബോക്സ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. മറ്റൊരു ഭാഗത്ത് ലൂഫി അവന്റെ അടിയില് ഇപ്പൊ കൈഡോ അവനങ്ങനെ തകർന്നു വീണ് കിടക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ടെററായിട്ട് അവനെ നോക്കും. പക്ഷെ കൈഡോ അവൻ പതിയെ പതിയെ മുക്കിയും മോളിയും എഴുന്നേക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അതിൽ യാതൊരു ടെൻഷനും ഇല്ല. അവൻ ക്യാഷ്വലായിട്ട് കൈഡോ അവൻ എഴുന്നേറ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇവിടെ ലോ അവനാണെങ്കിൽ ആ ക്ലൗഡ് പവറിനെ കണ്ട് ഷോക്കാവും. കാരണം അത് പുറത്തേക്ക് വന്ന വലിയ വെല്ലുവിളിയാണ്. സോ എന്ത് ചെയ്യുന്ന അറിയാതെ അവൻ കൺഫ്യൂസ്ഡ് ആവും. അവയാണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ ആ ക്ലൗഡ് പവറിനെ ലോക്ക് ചെയ്ത് സോറോയും തൂക്കിയെടുത്ത് അവിടുന്ന് പോവാണ്. അതേസമയം കൈഡോ ആണെങ്കിൽ ഒരുപാട് അപമാനത്തോടു കൂടെ ലൂഫിയെ നോക്കുകയാണ്. കാരണം ലൂഫി അവനെ ശരിക്കും അപമാനിച്ചു. എല്ലാവരെയും പറഞ്ഞു വിട്ട് ആ പൊടി പയ്യൻ അടിച്ച് താഴെയിട്ട് ഹായിയായി ചിരിച്ചുകൊണ്ട് നിന്നു. അതാണ് കൈഡോയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപമാനം. ലൂഫി ആണെങ്കിൽ വീണ്ടും അവന്റെ യൂക്കോ പവർ അത് കറക്റ്റ് ആയിട്ട് പുറത്തേക്ക് വിട്ട് ഇപ്പൊ കൈഡോയെ ആഞ്ഞടിക്കുകയാണ്. പക്ഷെ ഇത്തവണ കൈഡോ അവൻ കെയർഫുള്ളായി അതിനെ തടഞ്ഞ് അവർ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. അവരുടെ പോരാട്ടത്തിൽ ഒരു ഉറുകക്ഷമ തന്നെ അങ്ങനെ കിട്ടിങ്ങി വിറയ്ക്കും. കൈ കൊടുത്ത് ലൂഫിയോട് ജയിക്കാനായിട്ട് അങ്ങനെ നിലവിളിച്ച് പറയാണ്. മറ്റൊരു ഭാഗത്ത് കിന്ന് ഇപ്പൊ ഉണ്ടപ്പണിനെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചോദിക്കും. ഉണ്ടപ്പണ്ണ് പറയും, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ സേഫാണ്. പക്ഷെ ഒരുപാട് വില്ലന്മാര് ഞങ്ങളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആണെങ്കിൽ അവൾക്ക് വാണിംഗ് കൊടുക്കും. നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ആ കാഞ്ചറോ അവൻ നിങ്ങളെ ലക്ഷ്യമാക്കിയിട്ടാണ് വരുന്നത്. അവന്റെ മൊമന്റോസ്കിയെ കൊല്ലുക എന്നതാണ്. സോ ഏതെങ്കിലും സീക്രട്ട് ഹൈഡൌട്ടിൽ തൽക്കാലം നിങ്ങൾ ഒളിഞ്ഞിരിക്കുക. ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുണ്ടപ്പെണ്ണാണെങ്കിൽ ഓക്കെ പറഞ്ഞ് ഇപ്പൊ മൊമന്റോസ്കിയും കൈഡോയുടെ മകളും അവർ മൂന്ന് പേരും ഒരു പ്രത്യേക ഹൈഡൌട്ടിൽ അങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. ആ സമയം കൈഡോയുടെ മകളാണെങ്കിൽ ചെറിയൊരു ബോക്സ് കയ്യിലെടുക്കുകയാണ്. അതിൽ നിന്ന് അല്പം ത്രെഡുകളും കുറച്ച് നീഡിലും ഒക്കെ പുറത്തേക്ക് വീഴും. ഉണ്ടപ്പെണ്ണ് കാര്യം എന്താണെന്ന് ചോദിക്കും. അതിനവള് പറയും, നമുക്ക് അടുത്ത ലെവലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് സേഫ് ആയിട്ടിരിക്കാൻ പറ്റൂ. മാത്രമല്ല എനിക്ക് ആ കൈഡോയ്ക്കും ഒരു 8ന്റെ പണി കൊടുക്കാനായിട്ടാവൂ. അങ്ങനെ കട്ട് ചെയ്ത നാമിയും ഉസോപ്പും അവർ രണ്ടുപേരും കയ്യിലുള്ള സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് പേജ് 1നെ അറഞ്ചം പുറഞ്ഞ് തല്ലുകയാണ്. ആ ഒരു ലയൺ ആണെങ്കിൽ ഉഷാറായിട്ട് ഓടും. പക്ഷെ അതിന്റെ വാലിലും കാലിലും ഒക്കെ ഓരോ വില്ലന്മാരായിട്ട് പിടിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് ദൂരം താതെ ഓടിയും ഫൈറ്റ് ചെയ്തും അതിപ്പോ ടയർഡാണ്. എത്രയും വേഗം ആ ഒരു മെയിൻ സ്റ്റേജിലേക്ക് എത്തണം. അവിടെയാണ് പെണ്ണ് അവൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ വില്ലന്മാരെല്ലാം ഉള്ളത്. അവരെ എത്രയും വേഗം അവളുടെ കൺട്രോളിലാക്കി ഈ വില്ലന്മാർക്കെതിരെ ഉപയോഗിക്കണം. പൈലറ്റ് പെണ്ണാണെങ്കിൽ ഒരുപാട് വിഷമത്തില് ഇപ്പൊ അവരോട് പറയും, എങ്ങനെയെങ്കിലും ആ സ്റ്റേജിലേക്ക് എത്തണം. അവിടെയുള്ളവരെ കൺട്രോൾ ചെയ്തിട്ട് ഈ വില്ലന്മാരെ അവരെ തകർക്കണം. അതിനുശേഷം മരിക്കാനും ഞാൻ തയ്യാറാണ്. അത് കേട്ട് ഉസോപ്പും നാമിയും അവർ രണ്ടുപേരും അവളെ സമാധാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വില്ലന്മാരെ എല്ലാവരെയും തകർത്ത് കിങ്ഡം നമ്മൾ തിരികെ പിടിക്കും. അവിടെ നീ ഹാപ്പി ആയിട്ട് ജീവിക്കുമെന്ന് പറയും. അത് കേട്ട് അവളങ്ങനെ പൊട്ടിക്കരയാണ്. ഉടനെ ആ പേജ് 1 ആണെങ്കിൽ അറഗന്റായിട്ട് സംസാരിക്കും. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. നിന്റെ പവർ ഉപയോഗിച്ച് ആ ഗിഫ്റ്റേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്താലും നിങ്ങൾക്ക് ഈ ഫൈറ്റിൽ ജയിക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. അത് കേട്ട് ഉസോപ്പിനും നാമിക്കും കലി കൂടും. നമ്മുടെ ആശാന്മാർ രണ്ടുപേരും ഇപ്പൊ അവരുടെ കയ്യിലുള്ള സ്റ്റിക്ക് ഉപയോഗിച്ച് വീണ്ടും നിർത്താതെ അവനെ അടിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ ചില ഫ്ലവേഴ്സ് പെണ്ണിന്റെ ബോഡിയിൽ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കും. ഞൊട്ടിയിടയിൽ ആ ഫ്ലവേഴ്സ് ഒക്കെ പൊട്ടിത്തെറിച്ച് അവൻ നോക്ക് ഡൗൺ ആവുകയാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര ഒരു ആശ്വാസം. വലിയൊരു ശല്യം അതൊഴിഞ്ഞു. ഒസോപ്പാണെങ്കിൽ വീണ്ടും വലിയൊരു ഫയർ വെച്ച് അവനെ ആഞ്ഞടിക്കുകയാണ്. അതിനുശേഷം വിളിച്ചു പറയും, ടൊബിറപ്പോ അവരെല്ലാവരും എന്റെ മുൻപിൽ അവരെല്ലാവരും എന്റെ മുൻപിൽ വട്ടപൂജ്യമാണ്. അത് കേട്ട പേജ് 1 അവനങ്ങനെ ചാടി എഴുന്നേറ്റ് അവരുടെ പിന്നാലെ പാഞ്ഞു വരികയാണ്. വയലറ്റ് പെണ്ണാണെങ്കിൽ ലയണിനെ കുറെ കൂടെ സ്പീഡിൽ ഓടിച്ച് മുൻപോട്ടേക്ക് കുതിപ്പിക്കുകയാണ്. എത്രയും വേഗം ആ സ്റ്റേജിൽ എത്തണമെന്ന് പറഞ്ഞ് അവർ പ്രതീക്ഷയോടുകൂടെ മുൻപോട്ടേക്ക് നോക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് വലിയൊരു രൂപം കാണുക. അത് മറ്റാരുമല്ല, സാക്ഷാൽ ബിഗ് മോം ആണെങ്കിൽ യൂസ്റ്റസ് കിഡിനെ ഒരുപാട് ചീത്തയൊക്കെ വിളിച്ച് അന്വേഷിച്ച് ആ ഫ്ലോറിലൂടെ നടക്കുകയാണ്. യൂസ്റ്റസ് കിഡ്, ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീയാണ് എന്നെ ഒരുപാട് ഉപദ്രവിച്ചതും കടലിലേക്ക് തള്ളിയിട്ടതും. കടലിൽ വീണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്റെ 500 മക്കളും 200 ഹസ്ബൻഡ്സും അവരെല്ലാവരും വിഷമിക്കില്ലേ? സോ നിന്നെ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ തല്ലിക്കൊല്ലുന്നു പറഞ്ഞ് അവൾ അങ്ങനെ സ്ട്രെയിറ്റ് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാരെ കാണുക. 2 ടീമും ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസായി പോവും. അവള് പല്ല് കടിച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കി അങ്ങനെ അമറുകയാണ്. ബിഗ് മോം ആണെങ്കിൽ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് വരും. സത്യം പറ, നിങ്ങൾ ആ സ്ട്രോ ഹാറ്റ് ടീമിലെ മെമ്പറല്ലേ? നീണ്ട മൂക്കനും ചുന്ദരി പെണ്ണും നിങ്ങൾ രണ്ടുപേരും
അവൻ്റെ ടീമിലുള്ളവർ തന്നെയാണ്, എനിക്കത് നന്നായിട്ടറിയാം. നിങ്ങളെ കയ്യിൽ കിട്ടാനാണ് ഞാൻ നോക്കിയിരുന്നതെന്ന് പറഞ്ഞ് അവളങ്ങനെ അടുത്തേക്ക് വരും. അടുത്ത നിമിഷം വയലറ്റ് പെണ്ണ് അവളാണെങ്കിൽ മുൻപിലേക്ക് വന്ന് ഇപ്പോൾ ബിഗ് മോമിനോട് കാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. ലില്ലിൻ, നിന്നെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി. സത്യത്തിൽ ഞാൻ നിന്നെ നന്നായിട്ട് മിസ് ചെയ്തിരുന്നു. അത് കേട്ട് ബിഗ് മോം അവളാണെങ്കിൽ ഹാപ്പിയായി വയലറ്റ് പെണ്ണിനോട് സംസാരിക്കും. വാവ് വയലറ്റ്, നീ ഇവിടേക്ക് വന്നോ? നീ ഇവിടേക്ക് വരാൻ പാടില്ല. ഇത് വളരെ മോശമായിട്ടുള്ള സ്ഥലമാണ്. എത്രയും വേഗം നീ ഇവിടുന്ന് തിരികെ പോകണമെന്ന് പറഞ്ഞ് കൊച്ചുകുട്ടികളെ പോലെ അവൾ സംസാരിക്കുകയാണ്. എനിക്ക് ഉസോപ്പിനും ആണെങ്കിൽ അത് കണ്ട് ഭയങ്കര ഷോക്ക്. അവൾ ഇത്ര സിമ്പിളായിട്ട് സംസാരിക്കുന്നത് അവർ ഇതുവരെ കണ്ടിട്ടില്ല. വയലറ്റ് പെണ്ണാണെങ്കിൽ നിർത്താതെ പറയും, സത്യത്തിൽ ഉഡോൺ ജയിലിന്റെ ആ ഭാഗത്ത് വെച്ച് നിന്നെ കാണാതായി. ആ സമയം മുതൽ ഞാൻ ഒരുപാട് ടെൻസ്ഡ് ആയിരുന്നു. അതിന് ബിഗ് മോം പറയും, സോറി, അവിടെ വെച്ച് ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. സോ അത്യാവശ്യമായിട്ട് എനിക്ക് അവിടുന്ന് പോവേണ്ടതായിട്ട് വന്നു. നിന്നെക്കുറിച്ച് ഞാനും അത് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. നീ എന്റെ പുതിയ ഡ്രസ്സും മേക്കപ്പും ഒക്കെ കണ്ടോന്ന് ചോദിച്ച് ഓരോന്ന് ബിഗ് മോം കാണിച്ചു കൊടുക്കും. ഇപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ സൺ പവർ, അതിനാണെങ്കിൽ ഇതൊന്നും ഒട്ടും ഇഷ്ടാവില്ല. കൊച്ചു കുട്ടികളെ കാണുമ്പോൾ ബിഗ് മോമിന് അവരോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ്. ഇത് തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ പല്ല് കടിക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡ് നാമിയും ഉസോപ്പും അവർക്കാണെങ്കിൽ പേടി കൂടി വരും. മോമിന്റെ നേച്ചർ അതെപ്പോ വേണമെങ്കിലും ചേഞ്ച് ആവാം. അവളുടെ സ്വഭാവം മാറി വയലറ്റ് പെണ്ണിനെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി അവർക്ക് കൂടി വരും. പക്ഷെ ഇവിടെയാണെങ്കിൽ അവർ രണ്ടുപേരും കാഷ്വലായിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. വയലറ്റ് പെണ്ണാണെങ്കിൽ ഇപ്പൊ ബിഗ് മോമിനോട് പറയും, ഒക്കപുറൈ ടൗണ് അതാ ഓൾഡൻ അവൻ വന്ന് തകർത്ത് കളഞ്ഞു. അത് കേട്ട് ബിഗ് മോം അവൾ ഞെട്ടുകയാണ്. കാരണം അവിടെ വെച്ചാണ് ആ റെഡ് ബീൻ സൂപ്പ് അത് അവൾ ആദ്യമായിട്ട് കുടിച്ചത്. കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഓൾഡൻ ആണെങ്കിൽ ആ ഗ്രാമത്തിലേക്ക് വന്ന് അവിടെ ഉള്ളവരോട് ദേഷ്യപ്പെടും. സത്യം പറയും, ആ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫിഷും മീറ്റും അതെല്ലാം തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ആരാ? നിങ്ങൾ സത്യം പറഞ്ഞിട്ടില്ല എങ്കിൽ എല്ലാവരെയും ഞാൻ കൊന്നു തള്ളും. ചുന്ദരി ആന്റി ആണെങ്കിൽ അവനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ അത് മനസ്സിലാക്കിയ ഓൾഡോയുടെ അസിസ്റ്റൻസും എല്ലാവരും ചേർന്ന് ആ ഒരു ഗ്രാമം അത് കത്തിയേരിക്കും. കട്ട് ചെയ്ത ഇവിടെ വയലറ്റ് പെണ്ണ് അവൾ ആ കാര്യം പറഞ്ഞ് കരയാണ്. ബിഗ് മോമിന് കേട്ട് ഒരുപാട് വിഷമാവും. കാരണം അവൾക്കൊന്നുമില്ലാതെ അവൾ എല്ലാ മെമ്മറീസും മറന്നു പോയപ്പോൾ ആ ഗ്രാമത്തിലുള്ളവരാണ് അവൾക്കൊരല്പം ക്വീൻ സൂപ്പ് കൊടുത്തതും അവളെ പ്രൊട്ടക്ട് ചെയ്തതും. സോ അങ്ങനെയുള്ള ഗ്രാമത്തിന് അങ്ങനെ ഒരു അവസ്ഥ വന്നതിനെ ഓർത്ത് അവൾ വിഷമിച്ച് നിൽക്കും. ബിഗ് മോം ആണെങ്കിൽ ഒരു സെക്കൻഡ് ആ വില്ലേജിലുള്ളവരെ കുറിച്ച് ആലോചിക്കും. അവര് വളരെ സ്നേഹത്തോടു കൂടെയാണ് അവളോട് പെരുമാറിയത്. ഫാമിലി മെമ്പേഴ്സിനെ പോലെ. എന്തെങ്കിലും ദാരിദ്ര്യത്തിലും കഷ്ടപ്പെട്ടിട്ട് പോലും അവർ ബിഗ് മോമിനെ അവരെ കൊണ്ട് പറ്റും പോലെ സ്വീകരിച്ചു. അവൾക്ക് ആവശ്യമായതെല്ലാം കൊടുത്തു. അങ്ങനെയുള്ള പാവം ജനങ്ങളോട് ഒരുപാട് ആൾക്കാർ അവർ വളരെ മോശമായെന്ന് ചിന്തിച്ച് അവളങ്ങനെ ടെറർ ആവുകയാണ്. വയലറ്റ് പെണ്ണാണെങ്കിൽ അക്കാര്യം പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്രയും നേരം ഒരുപാട് ദേഷ്യത്തിൽ യൂസ്ലെസ് കിഡിനെ തല്ലിക്കൊല്ലാനായിട്ട് വന്ന ബിഗ് മോം അവളുടെ മൈൻഡ് അതാകെ തന്നെ ചേഞ്ചായി. ഇപ്പൊ കൈഡോട് അസിസ്റ്റൻസിനോടുള്ള വെറുപ്പ് അത് കൂടി വരും. അങ്ങനെ കൂടി വന്ന് അവളങ്ങനെ മോൺസ്റ്റർ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും പേജ് 1 അവൻ ഒരുപാട് ചീത്തയൊക്കെ വിളിച്ച് ബിഗ് മോമിന്റെ മുൻപിലേക്ക് പാഞ്ഞെത്തുക. പേജ് 1 കാണേണ്ട താമസം ഉസോപ്പും നാമിയും അവർ നിലവിളിച്ച് ഇപ്പൊ ലയനോട് മുൻപോട്ടേക്ക് ഓടാൻ പറയും. വയലറ്റ് പെണ്ണാണെങ്കിൽ മോമിന് പേജ് 1 ചൂണ്ടി കാണിച്ചു കൊടുക്കും. അവനും ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറയും. അത് കേട്ട് കലിയളകിയ ബിഗ് മോം, നിനക്കിത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ അവരെ ഫോളോ ചെയ്യും. നിങ്ങൾക്ക് ജസ്റ്റിസ്, ഹ്യൂമാനിറ്റി അങ്ങനെ ഒന്നും തന്നെ ഇല്ലാന്ന് പറഞ്ഞ് കൈ ചുരുട്ടി ആ ഹ്യൂഗോ പവർ എടുത്ത് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ ആ ഭാഗം മുഴുവനായിട്ടും തകർന്ന് ഐലാൻഡിൽ തന്നെ വലിയൊരു കുഴി ക്രിയേറ്റ് ആവുകയാണ്. യൂസ്ലെസ് കിഡും ഉടും എല്ലാം തന്നെ ഷോക്കായിട്ട് ഇപ്പൊ അടി വന്ന ഭാഗത്തേക്ക് ശ്രദ്ധിക്കും. അപ്പൊ ദൂരത്തായിട്ട് അൾട്ടി പെണ്ണ് അവളാണെങ്കിൽ ആ കാഴ്ച കണ്ട് ദേഷ്യത്തിൽ പല്ല് കടിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ബ്രദറിന്റെ ദേഹത്ത് കൈവെക്കും ചോദിച്ച് അവൾ ബിഗ് മോമിനെ ലക്ഷ്യമാക്കി വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.